സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെയൊക്കെ സമീപത്തുള്ള സ്റ്റേറ്റ് ബാങ്കിലേക്ക് ജോലി ചെയ്യാനുള്ള ആ ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റു സ്റ്റേറ്റിലൊക്കെ വേക്കൻസി ഉണ്ട്. ഇതിൻ്റെ സർക്കിൾ വൈസ് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഇവിടെ കാണാൻ ജൂനിയർ അസോസിയേറ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ടോട്ടൽ വേക്കൻസി ഇവിടെ കാണിക്കാൻ നിങ്ങൾക്ക് ഇവിടെ 13,735 വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സർക്കിളിലാണെങ്കിൽ അവിടെ മാത്രം ഇപ്പോൾ കേരള ലക്ഷദ്വീപ് ഉൾപ്പെടുന്ന തിരുവനന്തപുരം സർക്കിളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 428 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് മലയാളം അറിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സർക്കിളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏത് സർക്കിളിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ പ്രദേശത്തെ റീജിയണൽ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ചെന്നൈ സർക്കിൾ നിങ്ങൾക്ക് തമിഴ് അറിയെങ്കിൽ ചെന്നൈ സർക്കിളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 336 + 4 അങ്ങനെ 340 വേക്കൻസി അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എന്താണ് ഓരോരോ സർക്കിൾ വൈസ് വേക്കൻസീസ് കാര്യങ്ങൾ വേണം. അതുപോലെ കാറ്റഗറി വൈസ് SC ST OBCൻ്റെ വേക്കൻസി ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ടേബിളിൽ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 17 ഡിസംബർ മുതൽ നിങ്ങൾക്ക് 7 അതായത് 2025 7 ജനുവരി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള സെലക്ഷൻ മെത്തേഡ്, ഇതിൻ്റെ സാലറി തുടങ്ങിയിട്ടുള്ള ഏജ് ലിമിറ്റ് എല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി മെയിൽസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ GeoCL എജുലാൻഡ് നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇനി അതിൻ്റെ വെബ്സൈറ്റായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. സ്റ്റഡി മെറ്റീരിയൽസ് കാര്യം ടെസ്റ്റ് സീരീസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. പിന്നെ നമുക്ക് വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. ഇതിൽ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട്, എല്ലാ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിലിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇതിൽ പ്രിലിമിനറി എക്സാമിനേഷനും അതുപോലെ മെയിൻ എക്സാമിനേഷനും ഉണ്ട്. പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് കൂടെ പറയുന്നുണ്ട് 2025 ഫെബ്രുവരിയിലായിരിക്കും. മെയിൻ എക്സാമിനേഷൻ മാർച്ച് or ഏപ്രിൽ 2025 നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കാറ്റഗറി വൈസ് വേക്കൻസി ഒക്കെ നോക്കുക. നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് ഈ ഒരു ടാബിൽ നോക്കിയാൽ മതി. ഇനി ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഇതിൻ്റെ എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും ഒക്കെയാണ്. ആദ്യം നമുക്ക് ഏജ് ലിമിറ്റ് പറയാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിനിമം 20 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. മാക്സിമം 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ മിനിമം 20 to 28 വയസ്സ് വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്. 1/4/2024 എന്ന് പറയുന്ന ഈ ഡേറ്റ് കണക്കാക്കിയിട്ടായിരിക്കണം ഏജ് കണക്കാക്കേണ്ടത്. മിനിമം 20, മാക്സിമം 28. ഇനി OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ അതുപോലെ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിൽ അവർക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ എക്സ് സർവീസ്മാനും വിഡോസ് ഡിവോഴ്സ്ഡ് ആയുള്ള വനിതകൾക്കും പിന്നെ SBI എന്നുള്ള അപ്രന്റീഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്കും എന്താണ് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന SBI അപ്രന്റീഷിപ്പ് ചെയ്തവർക്ക് ഈ പറയുന്ന എന്താണ് മെയിൻ എക്സാമിനേഷൻ്റെ കൂടെ ഒരു ബോണസ് മാർക്കൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അടുത്ത വർഷമൊക്കെ SBI അപ്രന്റീഷിപ്പ് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുവരെ അപ്രന്റീഷിപ്പ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം നോട്ടിഫിക്കേഷൻ റിക്രൂട്ട്മെൻ്റ് ഒക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ബോണസ് മാർക്ക് അതിലൂടെ നേടി നിങ്ങളുടെ റാങ്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു എന്താണ് ബെനിഫിറ്റ് അതിലൂടെ ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയാം. 31/12/2024 നമുക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഏത് വിഷയമായാലും കുഴപ്പമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടാകും, റിസൾട്ട് വന്നിരിക്കണം. അതായത് 31/12/2024 അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏത് വിഷയമാണെങ്കിലും കുഴപ്പമില്ല, എനി ഡിസിപ്ലിൻ ആണ്, എനി ഗ്രാജുവേഷൻ ആണ്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഗ്രാജുവേഷൻ ഉണ്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെ പറയുന്നുണ്ട് ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിൽ നിങ്ങൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്ന് പറയുന്നത്. പക്ഷേ ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ നിങ്ങൾ ഇതിലേക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഡേറ്റ് ഉണ്ടല്ലോ, ഇവിടെ കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞല്ലോ 31/12/2024 ഉള്ളിൽ നമ്മൾ പാസ്സായി എന്ന് തെളിയിക്കുന്ന ആ പ്രൂഫ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ റിസൾട്ട് 31/12/2024 ഉള്ളിൽ വന്നിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാം എഴുതാൻ പ്രാക്ടീസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഫൈനൽ ഇയറിൽ പഠിക്കുന്നവരോ ഫൈനൽ സെമസ്റ്ററിൽ പഠിക്കുന്നവരാണെങ്കിൽ, പക്ഷേ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ 31/12/2024 പറയുന്ന കട്ട് ഓഫ് ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ പാസ്സായി എന്ന് തെളിയിക്കുന്നതിനുള്ള പ്രൂഫായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റിസൾട്ട് കാണിക്കേണ്ടി വരും. അങ്ങനെ ഒരു ഇഷ്യൂ അതിലുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ, അത് പ്രൊഫഷണൽ നോൺ പ്രൊഫഷണൽ ഏതാണെങ്കിൽ നിങ്ങൾക്ക് എനി ഗ്രാജുവേഷൻ ആണ്, എനി ഡിസിപ്ലിനിൽ എനി ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഇതിലേക്ക് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ കൂട്ടുകാരൻ്റെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല വേക്കൻസി ഉണ്ട്. മലയാളത്തിൽ എക്സാം എഴുതുക എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് പ്രിലിമിനറി എക്സാമിനേഷനാണ് ആദ്യം ഉണ്ടായിരിക്കുക. അതിൽ നിങ്ങൾക്ക് 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ എഴുതേണ്ടി വരും. ബാക്കി നിങ്ങൾക്ക് ന്യൂമറിക്കൽ എബിലിറ്റി നിങ്ങൾക്ക് ഇംഗ്ലീഷിലും എഴുതാം, മലയാളത്തിലും എഴുതാം. ഇനി നിങ്ങൾക്ക് റീസണിങ് എബിലിറ്റി ഇംഗ്ലീഷിലും എഴുതാം, മലയാളത്തിലും എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ മലയാളം വേണമെങ്കിൽ മലയാളം ഓപ്റ്റ് ചെയ്യാം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇനി ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി, ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും മാർക്ക് വെയിറ്റേജ് കൊടുക്കുന്ന 100
100 ക്വസ്റ്റ്യൻ 100 മാർക്കാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെയാണ് ഉണ്ടാകുക. അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ എക്സാമിനേഷനാണ് മെയിൻ ഫേസ് 2 നടക്കുന്നത്. മെയിൻ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ജനറൽ ഓർ ഫൈനാൻഷ്യൽ അവയർനെസ് നിങ്ങൾക്ക് അതിൻ്റെ മീഡിയം ഓഫ് എക്സാമിനേഷൻ മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ ജനറൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മലയാളത്തിൽ എഴുതാം. റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് മലയാളം. നമ്മൾ തമിഴ്നാട്ടിലേക്ക് അപ്ലൈ ആണെങ്കിൽ തമിഴായിരിക്കണം. നമ്മൾ കർണാടക ആണെങ്കിൽ കന്നഡ. നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. കർണാടക ആണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ അതിലേതെങ്കിലും ഒരു രീതിയിലാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. കേരള ആണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം, ഹിന്ദിയിൽ എഴുതാം, മലയാളം എഴുതാം. ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാം. തമിഴ്നാടാണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, അങ്ങനെ ഓരോ സ്റ്റേറ്റിലേക്കും വരുമ്പോൾ അവിടുത്തെ ആ ഒരു ലാംഗ്വേജ് ഏതാണോ അതാണ് നമ്മൾ എക്സാം മീഡിയം ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അപേക്ഷ ഫീസ് ഉണ്ട്. അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഇപ്പോൾ SC/ST PWD എക്സ് സർവീസ്മാൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തില്ല, ഈ പറയുന്ന യാതൊരുവിധ ഫീസും വേണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. എന്നാൽ ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 750 രൂപ അപേക്ഷ ഫീസായിട്ട് കൊടുക്കണം. ഓൺലൈനായിട്ടാണ് നമ്മൾ ഫീ ഒക്കെ അടയ്ക്കേണ്ടത്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, സ്കാൻഡ് കോപ്പി എന്തൊക്കെ ഉണ്ടായിരിക്കണം വെച്ചാൽ ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ വേണം, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ വേണം, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ വേണം, SBI അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വേണം. അതിൻ്റെ കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ വേണമെന്ന് പറഞ്ഞു, ഇത് നിങ്ങൾ ഇതേപോലെ ഈ വാചകം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് ഇവിടെ എഴുതിയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിട്ട് നിങ്ങൾ ഹിയർ ബൈ ഡിക്ലെയർ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഈ വാചകം ഞാനിവിടെ നിങ്ങൾക്ക് ഒരു ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വാചകം ഇതേപോലെ നിങ്ങളതിൽ ക്യാപിറ്റൽ ലെറ്ററിലൊന്നും എഴുതാൻ നിൽക്കരുത്. ഇതിലെങ്ങനെയാണോ നമുക്ക് തന്നിരിക്കുന്നത് അതേ രീതിയിൽ നിങ്ങൾ എഴുതുക, അതേ രീതിയിൽ സ്പേസ് ഇട്ട് അതേ അറേഞ്ച്മെൻറ്റിൽ എഴുതുക. എന്നിട്ട് നമ്മളൊരു വൈറ്റ് പേപ്പറിൽ ഇത് എഴുതിയിട്ട് നമ്മളിത് സ്കാൻ ചെയ്യണം. ഇത് സ്കാൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് നമ്മൾ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസും ഫയൽ സൈസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സാം സെൻറ്ററുകളാണ് പ്രിലിമിനറി ആൻഡ് മെയിൻ എക്സാമിനേഷൻ്റെ. ഈ കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, കൊച്ചി ഓർ എറണാകുളം, നിങ്ങൾക്ക് കാണാം കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ. അപ്പോൾ വിവിധ ജില്ലകളിലായിട്ട് നമുക്ക് കേരളത്തിൽ എക്സാം എഴുതാമെന്നുള്ളതാണ്. ഇനി തമിഴ്നാട് കാണാം ചെന്നൈ, കോയമ്പത്തൂർ, ഗൂഡല്ലൂർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈറോഡ്, കരൂർ, അതുപോലെ മധുരൈ, നാഗർകോവിൽ, കാരണം നമുക്കൽ, സേലം, തഞ്ചാവൂർ, തിരുച്ചിറപ്പള്ളി, ദെൻ തിരുനെൽവേലി, വെല്ലൂർ, ഋതുനഗർ തുടങ്ങിയിട്ടുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഏത് ഇതിലേക്കാണ് അപ്ലൈ വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സാം സെൻറ്റർ നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഇതിൻ്റെ ഡയമെൻഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മൾ ഫോട്ടോഗ്രാഫൊക്കെ ആണെങ്കിൽ എത്ര ഡയമെൻഷൻ വേണം, ഫയൽ സൈസ്. അപ്പോൾ കളർ പാസ്വേഡ് ചെയ്ത് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ലൈറ്റ് കളറാണ് കുറച്ചും കൂടെ നല്ലത്, വൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് 200x230 പിക്സലായിരിക്കണം ഫയൽ സൈസ്. 20 KB 50 KB ഇടയിലായിരിക്കണം അതിൻ്റെ ഡയമെൻഷനാണ് 200x230 ആയിരിക്കണം ഡയമെൻഷൻ. ഫയൽ സൈസ് 20 KB to 50 KB ഇടയിലായിരിക്കണം. അപ്പോൾ ഫയൽ സൈസ് എങ്ങനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാം, അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വീഡിയോയുടെ അവസാനം ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടോളൂ. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ ഒരു 8 കോപ്പി നമ്മുടെ കയ്യിലുണ്ടാകണം. നിങ്ങൾ എടുത്തു വെക്കണം എന്നില്ല, ഒരു സോഫ്റ്റ് കോപ്പി നമ്മുടെ കയ്യിലുണ്ടാകും. ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ 8 കോപ്പി വേണ്ടി വരും. നിങ്ങളിതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ആ സെയിം കോപ്പി തന്നെ വേണ്ടി വരും. പിന്നെ നിങ്ങൾ സിഗ്നേച്ചർ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. 140x60 പിക്സലായിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ. 10 KB 20 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ് വരേണ്ടത്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വേണം. 240x240 പിക്സലായിരിക്കണം ഡയമെൻഷൻ. അതുപോലെ 20 KB to 50 KB ആയിരിക്കണം അതിൻ്റെ ഫയൽ സൈസ് വരേണ്ടത്. ഇനി നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് 800 to 400 പിക്സലായിരിക്കണം. ദെൻ നിങ്ങൾക്ക് 50 to 100 KB ഫയൽ സൈസ് ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഡോക്യുമെൻസിൻ്റെ ആ ഒരു ഡയമെൻഷനും ഫയൽ സൈസും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഇതിൽ തന്നെ അത് കീപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ അത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഈ ഹോം പേജിലേക്കാണ് നിങ്ങൾ വരിക. ഇനി അതെല്ലാം നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ജിയോസിയൽ എജുലാൻഡ് സെർച്ച് ചെയ്താൽ മതി. നമ്മുടെ വെബ്സൈറ്റ് നമ്മുടെ ചാനലിൻ്റെ അതേ പേരൻ്റാണ് നമ്മുടെ വെബ്സൈറ്റും. ജിയോസിയൽ എജുലാൻഡ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ് എന്ന് പറയുന്ന കോളത്തിൽ കാണാം, SBI റിക്രൂട്ട്മെൻറ്റ് എന്ന് കാണാം. ഓക്കെ. ഇനി കേരള ജോബ്സ് എന്നുള്ളതിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ നമ്മൾ വീഡിയോ ചെയ്ത് കുറേ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ, അതായത് വീഡിയോ പബ്ലിഷ് ചെയ്ത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിട്ട് കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒന്നും ഇത് കാണൂല, ചിലപ്പം കോളത്തിൽ കാണൂല. കാരണം പുതിയത് വരുന്നത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ റീഡ് മോർ എന്നുള്ള ബട്ടൺ ഉണ്ട്. ആ റീഡ് മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലൂടെ നെക്സ്റ്റ് പേജ് അടിച്ച് അങ്ങനെ പോയിട്ട് കാണാവുന്നതാണ്. ഇനി അതല്ല നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സെർച്ച് എന്നുള്ള സെർച്ച് ബാറിൽ നിങ്ങൾ സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് കാണിക്കുക. SBI റിക്രൂട്ട്മെൻറ്റ് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. December 17 മുതൽ നിങ്ങൾക്ക് January 7 വരെ 2025 January 7 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, SBI റിക്രൂട്ട്മെൻറ്റ് 2025 എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. താഴെ ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ നമ്മളിത് ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. നമുക്ക് IBPS വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ IBPSൻ്റെ പ്ലാറ്റ്ഫോമിലൂടെയാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടെ കാണാം. അത് നിങ്ങൾക്ക് ഈ പറയുന്ന SBIയുടെ ലോഗോ കാര്യങ്ങളൂടെ കാണാം. ഇവിടെ സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫസ്റ്റ് നെയിമും നിങ്ങളുടെ മിഡിൽ നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ SSLC ബുക്കിൽ എങ്ങനെയാണ് നമ്മുടെ പേര് വെച്ച് അതേപോലെ കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ മെയിൽ ID ഒക്കെ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാപ്ച കോഡ് അടിച്ച് ഇപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് സേവ് നെക്സ്റ്റ് എന്ന് അടിച്ച് നമ്മൾ അങ്ങനെ പോയാൽ പിന്നെ ഫോട്ടോ സിഗ്നേച്ചർ പിന്നെ മറ്റു ഡീറ്റെയിൽസ് പിന്നെ പ്രിവ്യൂ പിന്നെ നമ്മൾ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും അതുപോലെ ഈ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും പിന്നെ ലാസ്റ്റ് പേയ്മെൻറ്റ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കമൻറ്റ് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞു 1-2 പേർക്ക് വേണമെങ്കിൽ നമ്മൾ അങ്ങനെ പ്രത്യേകമായിട്ടൊക്കെ ചെയ്തു തരാം. കാരണം നിങ്ങൾക്ക് അത് ആവശ്യമെങ്കിൽ നമ്മൾ ചെയ്തു തരാം. കാരണം നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കഫേയിൽ പോയി ആ ക്യാഷ് കളിയൊന്നും വേണ്ട. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ശരിക്കും നിങ്ങൾ പറയുന്ന ഫോം നിങ്ങൾ പറയുന്ന രീതിയിൽ നമ്മൾ എന്താണ് ആ രീതിയിൽ ചെയ്തു തരും. അത് ഇതിൻ്റെ നല്ല ഏതിൻ്റെ വേണമെങ്കിലും നമ്മൾ ചെയ്തു തരും. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാൻ ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു മന്ത്ലി ഒരു ചാർജ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് വെച്ചോളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ആകും. നിങ്ങളുടെ കമൻറ്റ് കാര്യങ്ങൾക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റീപ്ലൈ കിട്ടും. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ യൂട്യൂബിലുണ്ട്. ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് ജോയിൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മുടെ വീഡിയോയുടെ അടിയിലും നമ്മുടെ പേജിലൊക്കെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ അയക്കുന്ന മെസ്സേജ് കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് പ്രത്യേകമായിട്ട് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മറുപടിയൊക്കെ നൽകാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചെയ്യുക. ഇനി ഞാൻ അപ്രൻറ്റീഷിപ്പിൻ്റെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്രൻറ്റീഷിപ്പിൻ്റെ ഞാൻ പറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ SBIയിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അവർക്ക് ഈ പറയുന്ന നമ്മുടെ മെയിൻ എക്സാം ഉണ്ടല്ലോ, SBIയുടെ മെയിൻ എക്സാമിൽ അവർക്ക് ആ ടോട്ടൽ നിങ്ങളുടെ മാർക്കിനോട് പ്ലസ് എന്താണ് 5 മാർക്കും പാട്, അതായത് അതിൻ്റെ 2.5 ആണ് പറയുന്നത്. അപ്പോൾ 200 മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻ എക്സാമോടെ 200 മാർക്കാണല്ലോ വരുന്നത്. അപ്പോൾ 200 മാർക്കിൻ്റെ 2.5% എന്ന് പറയുന്നത് അവർക്ക് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ അവരുടെ ആ ഒരു മെയിൻ എക്സാമിൽ അവർ നേടിയ മാർക്കിൻ്റെ കൂടെ പ്ലസ് എന്താണ് ഒരു 5 മാർക്കും പാടെ അവർക്ക് എന്താണ് ബോണസ് മാർക്കായിട്ട് കിട്ടും. ഈ ബോണസ് മാർക്ക് 5 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു മാർക്ക് തന്നെയാണ്. കാരണം നിങ്ങളുടെ റാങ്ക് എന്തെങ്കിലും കുറച്ചും കൂടെ മുകളിലേക്ക് എത്തും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അപ്രൻറ്റീഷിപ്പ് നിങ്ങൾ SBIയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, SBIയിലാണ് കേട്ടോ പറയുന്നത്, SBIയിൽ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത്, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫോട്ടോ റീസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഏതൊരു എക്സാമിനെ നിങ്ങൾ അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ കയറിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കുറച്ച് ഐക്കൺസ് ഒക്കെ ഉണ്ട്. ഇവിടെ കാണാം ഈസി ടൂൾസ് എന്നുള്ള ഭാഗമുണ്ട്. ഈസി ടൂൾസിൽ ക്ലിക്ക് ചെയ്യാം. ഈസി ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് ഏതൊരു എക്സാമിന് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഫോട്ടോ എഡിറ്റ് എന്നുള്ള ഭാഗമുണ്ട്. നിങ്ങൾക്ക് SSLC% കാണാൻ അതിനുള്ള ലിങ്ക് ഉണ്ട്, അതിനുള്ള ടൂളുണ്ട്, ഏജ് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ലിങ്ക് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ ഫോട്ടോ എഡിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് അവിടെ സെലക്ട് ഫയൽ എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ വെബ്സൈറ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത സമയത്ത് അതിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ട് റെഡിയാക്കും. ബാക്കി നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് ഒക്കെ സെയിം ആണ്. നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമുക്കിത് കിട്ടും. റിസൾട്ട് കറക്റ്റ് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ തന്നെ വെച്ചത്. ജസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കാം നിങ്ങൾക്ക് ഒരു ഫോട്ടോ ജസ്റ്റ് നമുക്ക് വേണ്ട രീതിയിൽ ആ ഫോട്ടോ സിഗ്നേച്ചർ ഏതോ ആയിക്കോട്ടെ നമുക്ക് വേണ്ട രീതിയിൽ എന്ത് ചെയ്യാം, അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു ഫോട്ടോ ഇട്ടു. ഓക്കെ, ഇപ്പോൾ ഇവിടെ വിടുത്ത് നമ്മളിത് പിക്സലാണ് ഇതിൽ കൊടുക്കുന്നത് കേട്ടോ, പിക്സൽ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പാസ്പോർട്ട് സൈസിൻ്റെ ഫോട്ടോൻ്റെ പിക്സലാണെങ്കിൽ വിടുത്ത് 200 വരിക. 200 ദെൻ അതിൻ്റെ ഹൈറ്റ് വരുന്നത് 230. അപ്പോൾ നമ്മൾ ഈ പറയുന്ന SSC അല്ലെങ്കിൽ PSC ഒക്കെ നമ്മൾ പാസ്പോർട്ട് സൈസിൻ്റെ ഒരു ഡയമെൻഷൻ അതാണ്. ഇവിടെ DPI എന്നുള്ളത് നമുക്ക് കൊടുക്കുക. DPI എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു കുറച്ചും പാടെ ആ ഒരു ക്ലാരിറ്റി, അതായത് ഇപ്പോൾ DPI എന്ന് പറയുന്നില്ല ഡോട്ട്സ് പെർ ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് ഡയമെൻഷൻ കൂടുന്നതനുസരിച്ച് നമുക്കിത് ബ്ലറായി പോകാതൊക്കെ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി കുറയാതൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരു 100 ഒക്കെ കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല അതിനനുസരിച്ച് നിങ്ങൾ ലോജിക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് മാക്സിമം ഫയൽ സൈസ് നിങ്ങൾക്ക് ഔട്ട് എത്രയാണ് വേണ്ടത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ 50 KB ഈ 30 KB ഇടയിലാണ് നമുക്ക് വേണ്ടത് വിചാരിക്കുക. അപ്പോൾ ഞാനിവിടെ 50 എന്നുള്ളത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇവിടെ ഞാൻ കാണിക്കാം. ഇവിടുന്ന് ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഡൗൺലോഡിൻ്റെ ഓപ്പണായി കാണിക്കാം. 20 KB ആണ് ഇപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യം ഇതൊരു നമുക്ക് ലോജിക് അപ്ലൈ ചെയ്യണം. നമുക്ക് ഇത് സിസ്റ്റം ആണെങ്കിലും നമ്മൾ കുറച്ച് ലോജിക് ഇതിലിടണം. ഇപ്പോൾ 20 KB ഫയൽ സൈസാണ് എനിക്ക് ഡൗൺലോഡ് ആയത്. പക്ഷേ എനിക്ക് 50 വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഒരു 90 ഇട്ട് കൊടുക്കുന്നു. ഒരു 90 ഔട്ട് ഇട്ട് കൊടുക്കുന്നു. എനിക്ക് 90 വരെ കിട്ടണം എന്നുള്ളതാണ്. അതായത് എനിക്ക് 90 കൊടുത്താൽ മേ ബി ചില സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അത് എപ്പോഴാണ് കുറഞ്ഞു പോകുന്നത് വെച്ചാൽ ഈ പിക്ചറിൻ്റെ ക്ലാരിറ്റി ഒക്കെ കുറവുള്ള പിക്ചർ ഇടുമ്പോഴാണ് ആ ഒരു എമൗണ്ടിൽ വ്യത്യാസം വരുന്നത്. എന്നിട്ട് വീണ്ടും ഡൗൺലോഡ് എന്ന് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 61 KB. നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മോൾ ഇവിടെ കാണാൻ പറ്റും 61 KB എന്ത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇപ്പം ആദ്യത്തെ പിക്ചറിൻ്റെ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് 20 KB ആണ് ഡൗൺലോഡ് ചെയ്തത്. രണ്ടാമത്തെ നിങ്ങൾക്ക് കാണാം 61, ഈ സെയിം ഫോട്ടോ തന്നെ. അപ്പോൾ നിങ്ങൾക്കിത് എന്ത് ചെയ്യുക, ഫ്ലെക്സിബിളായിട്ട് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് കറക്റ്റ് അതന്നെ ഇട്ട് കൊടുക്കുക. അത് കിട്ടിയിട്ടില്ല നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ എമൗണ്ടില്ല മാക്സിമം ഫയൽ സൈസ് ഇവിടെ കൂട്ടി കൊടുക്കുക. പക്ഷേ അത് ഒരു ലിമിറ്റ് വരെ കൂട്ടാൻ പറ്റുള്ളൂ. അതിന് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ DPI കൂട്ടേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ടിലേക്ക് എന്താണ് ഇതിൻ്റെ ഫയൽ സൈസ് കൂടുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ ഇത് കുറച്ച് കൊടുക്കാം. അതായത്
അല്ല ഈ DPI നമുക്ക് എന്ത് ചെയ്യാം ഒരു 150 ഇട്ട് കൊടുക്കാം. 150 എന്നൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസൊക്കെ കൂടും. ഓക്കെ, മീൻസ് അതിൻ്റെ ഡയമെൻഷൻ കറക്റ്റ് ആയിരിക്കും, ഈ പറയുന്ന 200 to 230 ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഈ എന്താണ് നമ്മളത് സൂം ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇത് മാറ്റം ഉണ്ടാവുന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഇവിടെ ലോ ക്ലാരിറ്റി ഉള്ള പിക്ചർ ഇട്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾ ക്ലാരിറ്റി ഉള്ള പിക്ചർ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ഈ പറയുന്ന 100 തന്നെ കറക്റ്റാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ എന്താണ് നല്ല ഹെവി ക്ലാരിറ്റി ഉള്ള പിക്ചർ എടുക്കുകയാണ്, അപ്പോൾ നമുക്ക് 50 KB മാത്രമേ എന്താണ് ഫയൽ സൈസ് പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ പറയുന്ന 200 ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ 100 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ മാക്സിമം വേണ്ടതെന്നുള്ള 50ൻ്റെ മുകളിൽ പോകാൻ പറ്റില്ല, നിങ്ങൾ 50 ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ 50ൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും ഡൗൺലോഡ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് കൊടുത്താൽ എന്ത് ചെയ്യും, 20 അല്ലെങ്കിൽ 30 ആയിട്ട് എന്ത് ചെയ്യും, അത് ഡൗൺലോഡ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലോജിക് യൂസ് ചെയ്ത് ഏത് ഫയൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഡയമെൻഷൻസ് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റോ എന്ത് വേണം നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് മാറ്റം വരുത്താം. അപ്പോൾ നമ്മൾ ഇത് നോക്കണം, അതിൻ്റെ ആ സൈസും കാര്യങ്ങളൊക്കെ എങ്ങനെ കിടക്കുന്നതെന്നുള്ളത്. ഇനിയിപ്പം നമുക്ക് എന്താണ് ഈ പറയുന്ന സിഗ്നേച്ചർ ആണെങ്കിലും എല്ലാം നമുക്ക് അങ്ങനെ കറക്റ്റാക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.